വിവോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്ന ഒരു കാര്യമുണ്ട്, മികച്ച ക്യാമറ ഫോൺ എന്ന രീതി. അതുതന്നെയാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ X300 FEയിലും പിന്തുടരുന്നത്. കോമ്പാക്ട് സൈസിൽ മികച്ച ക്യാമറയുമായിട്ടാണ് വിവോ X300 FE വിവോ അണിച്ചൊരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ഒരു ഫോണിന്റെ സാമ്പിൾസ് എടുക്കാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സീനിക്കായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ചേന്നമത്ത് മഹാദേവ ക്ഷേത്രം, ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിലൊക്കെ വൈറലായ ഒരു ക്ഷേത്രമാണ്. അതിന്റെ അടുത്തുള്ള വയൽ ഭാഗത്താണ് നമ്മൾ ഇതിന്റെ ഒരു സാമ്പിൾ ഫോട്ടോസ് ആയിട്ട് എടുക്കാൻ വന്നിരിക്കുന്നത്. ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വിവോ X300 FE എന്ന് പറഞ്ഞ ഈ ഒരു ഫോണിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതിനകത്ത് വന്നു. ആ ഒരു അപ്ഡേറ്റിന് മുമ്പും പിമ്പും എന്ന് ക്യാമറയെ വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ആ ഒരു അപ്ഡേറ്റിന് മുമ്പ് നമ്മളെടുത്ത ഫോട്ടോകൾ സത്യത്തിൽ തീർത്തും എനിക്ക് ഈ ഒരു ഫോണിനകത്ത് കുറച്ച് നിരാശയാണ് തന്നത്. എന്നാൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ നല്ല രീതിയിൽ മാറി. ആ അപ്ഡേറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ ഇമ്പ്രൂവ്മെന്റുകളായിരുന്നു കൂടുതലായിട്ട് വന്നത്. അത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നിരവധി ഫോട്ടോകൾ എടുത്തു. കിടിലനായിട്ടുള്ള ഒരു ക്യാമറ ഇമ്പ്രൂവ്മെന്റ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വന്നു. നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 250-ലധികം ഫോട്ടോകളും വീഡിയോകളും എടുത്തു. അത്രയും എടുത്ത ഫോട്ടോകൾ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് തരുന്നത്. എനിക്ക് ഈ കാണുന്ന ലോ ലൈറ്റിൽ എടുത്ത ഫോട്ടോകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലോ ലൈറ്റിൽ യാതൊരുവിധ ഗ്രെയിനും ഇല്ലാതെ കിടിലൻ ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. അതുപോലെ വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാ പിക്സലേ ഉള്ളെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കുഴപ്പമില്ല, തിരക്കില്ലാത്ത നല്ല ഈ കാണുന്ന തരത്തിലുള്ള അടിപൊളി വൈഡ് ആംഗിൾ ഫോട്ടോകൾ നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോർമൽ ഈ ക്യാമറ ആപ്പിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് മാക്സിമം 10x സൂം വരെ നമുക്ക് സൂം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. എന്നാൽ കൈ കൊണ്ട് പിൻ ചെയ്ത് വീണ്ടും സ്ക്രീനിൽ പിൻ ചെയ്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ 100x വരെ നമുക്ക് സൂം ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകളും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് 10x വരെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൂം ചെയ്തെടുക്കുന്ന ഫോട്ടോകൾക്ക് വലിയ ക്വാളിറ്റി ലോസ് ഒന്നും വരുന്നില്ല. എന്നാൽ 10xന് മുകളിലേക്ക് 100xലേക്കൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന ക്വാളിറ്റി ഒരു അല്പം ഈ പറഞ്ഞ പോലെ ഒരു ഓയിലി പെയിന്റിംഗ് രീതി പോലെ ഫീൽ ചെയ്യും. പോർട്രേറ്റ് മോഡാണ് ഈ ഒരു ഫോണിനകത്തുള്ള ഏറ്റവും അടിപൊളി ഫോട്ടോകൾ നൽകുന്ന വിഭാഗം എന്ന് പറയേണ്ടി വരും. കാര്യം ഇതിന്റെ ടെലി സെൻസർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു പോർട്രേറ്റ് മോഡിലാണ്. അതുകൊണ്ട് തന്നെയും അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ബോക്കെയൊക്കെ നൽകിക്കൊണ്ട് കിടിലൻ ഫോട്ടോകൾ തന്നെയാണ് ഇത്തരത്തിൽ പോർട്രേറ്റ് മോഡിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഫോണിന്റെ സെൽഫിയെ കുറിച്ച് പറഞ്ഞാൽ സെൽഫി ഫോട്ടോകളും കൊള്ളാം. 3 വ്യത്യസ്ത ഫോക്കൽ ലെങ്തുകളിൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് സെൽഫി ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. 20mm, 26mm, 51mm എന്നീ 3 ഡിഫറെന്റ് ഫോക്കൽ ലെങ്തിലാണ് സെൽഫി ഫോട്ടോകൾ ലഭിക്കുന്നത്. സെൽഫി ഫോട്ടോയുടെ കാര്യം പറഞ്ഞാലും വലിയ തരക്കേടൊന്നും ഇല്ലാത്ത ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പോർട്രേറ്റ് മോഡിലും ഞാൻ ഒരേ ഫോട്ടോ എടുത്തു, സാധാരണ ഫോട്ടോ മോഡിലും ഒരേ കണക്കുള്ള ഫോട്ടോകൾ എടുത്തു. ഈ 2 പോർട്രേറ്റിലെയും സാധാ ഫോട്ടോ മോഡിലെയും ഫോട്ടോകളിൽ കളറിൽ ചെറിയ ഡിഫറൻസ് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹാങ് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഗതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോൾ ഒരു യെല്ലോ സ്റ്റോൺ കൂടുതലായിട്ട് കയറി വരുന്നുണ്ട് ആ ഒരു ഒബ്ജക്റ്റിന്. അതുപോലെ ഈ കാണുന്ന മണിയുടെ ഫോട്ടോ അതും പോർട്രേറ്റ് മോഡിലും നോർമൽ മോഡിലും എടുത്ത് 2 ഫോട്ടോകളാണ് പോയി കാണുന്നത്. രണ്ടിലും കളർ ഡിഫറൻസ് വരുന്നുണ്ട് പോർട്രേറ്റ് മോഡിലേക്ക് മാറുമ്പോൾ എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെയുള്ള വിവോ X300 Proയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഡിഫറെന്റ് സീസണിൽ നമ്മൾ നിൽക്കുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാം. അതായത് സാധാരണ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിന്റർ, സമ്മർ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ലൈമറ്റ് സീസണുകൾ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI ഉപയോഗിച്ചുകൊണ്ട്, പക്ഷേ നെറ്റ് കണക്റ്റഡ് ആയിരിക്കണം, AI ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സീസണിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഒരു ഫോട്ടോ മാറ്റിത്തരും. ഇനി ഈ ഒരു ഫോണിനകത്തേക്ക് എക്സ്റ്റൻഡർ കിറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനോടൊപ്പം വരുന്ന ഈ ഒരു കേസ് നമ്മൾ ഇടണം. ഈ കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് നല്ല വെൽവെറ്റ് ആണ്. ഫോണിന്റെ ബാക്കിൽ നിന്ന് യാതൊരുവിധ ഇഷ്യൂസ് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്റ്റൻഡർ കിറ്റ് നമ്മൾ ഇതുപോലെ ഇടുക. ഇട്ടതിന് ശേഷം ഈ കാണുന്ന പോർഷൻ കണ്ടില്ലേ, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഊരി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തേക്കാണ് എക്സ്റ്റൻഡർ കിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു മൗണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുന്നു. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡർ കിറ്റ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇതിലേക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് ഊരാം. ഉണ്ടല്ലേ, ഒരു സാധാരണ ഒരു ക്യാമറയുടെയൊക്കെ ഒരു രീതിയിലേക്ക് ഫോണിന്റെ ആ ഒരു ലുക്കൊക്കെ മാറി ഇപ്പോൾ ഒരു ക്യാമറയുടെ അല്ലേ ആ ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞു. അങ്ങനെ ടെലി എക്സ്റ്റൻഡർ കിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടേൺ ഓൺ ടെലി ഫോട്ടോ എക്സ്റ്റൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലി ലെൻസിലൂടെ ഉള്ള കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണുന്നത്. നമുക്ക് ഈ ഒരു ടെലി എക്സ്റ്റൻഡർ കിറ്റ് കൂടി നമുക്ക് ഇതിനോടൊപ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെലി എക്സ്റ്റൻഡർ കിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 200mm ആണ്. 200mm മുതൽ ഏകദേശം 1600mm വരെ സൂം ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു ടെലി എക്സ്റ്റൻഡർ കിറ്റ് സാധിക്കും. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിൽ ഇങ്ങനെ പിഞ്ച് ചെയ്തുകൊണ്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ടെലി എക്സ്റ്റൻഡർ ഉണ്ടെങ്കിൽ 5400mm വരെയും നമുക്ക് സൂം ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ടെലി എക്സ്റ്റൻഡർ കിറ്റ് ഉപയോഗിക്കുമ്പോൾ നേരത്തെ ഞാൻ ടെലി എക്സ്റ്റൻഡർ കിറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ 10x വരെ നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന സൂം കിട്ടും എന്ന് പറഞ്ഞതുപോലെ ടെലി എക്സ്റ്റൻഡർ കിറ്റ് ഉപയോഗിച്ചാൽ 800mm വരെ നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന സൂം കിട്ടും. അതായത് 200mm ആണ് ടെലി എക്സ്റ്റൻഡർ കിറ്റിലെ സ്റ്റാർട്ടിംഗ് സൂം ലെവൽ. 200 ഉണ്ട്, 400 ഉണ്ട്, 800mm ഉണ്ട്. 800mm വരെ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള കൊള്ളാവുന്ന സൂംഡ് ആയിട്ടുള്ള ഫോട്ടോകൾ കിട്ടും. എന്നാൽ 1600mm വരെയും പിന്നെ മാക്സിമം പിൻ ചെയ്തുകൊണ്ട് 5400mm വരെയൊക്കെ സൂം ചെയ്യും. പക്ഷേ ഈ 5400mm ഒക്കെ സൂം ചെയ്യുമ്പോഴത്തേക്ക് ഒരുവിധം ഈ പറഞ്ഞ ഓയിലി പെയിന്റ് പോലുള്ള ഫോട്ടോകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഞങ്ങൾ ദൂരെ നിന്ന് ഈ അമ്പലത്തിന്റെ ആ കതവിന്റെ ഒരു ഫോട്ടോ 1600mm ഫോട്ടോ എടുത്തു. അതിനുശേഷം ആ കതവിന്റെ ആ പൂട്ടിന്റെ ഏരിയ 5400mm സൂം ചെയ്തപ്പോൾ എടുത്തു. ആ 2 ഫോട്ടോകളുമാണ്. ഇത്തരം ഒബ്ജക്റ്റ് ഒക്കെ ഒരുവിധം AI
ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ് ചെയ്ത് നല്ലതായിട്ട് ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ കാണുന്ന കൊക്കിൻ്റെയൊക്കെ ഫോട്ടോ സൂം ചെയ്തെടുത്തപ്പോഴേക്കും അതൊക്കെ കൃത്യമായിട്ട് ഓയിൽ പെയിന്റിന്റെ ഒരു രീതിയിലേക്ക് മാറിപ്പോയി. അതുപോലെ ഇത് ഈ കാണുന്ന മനുഷ്യന്റെ ഫോട്ടോ അത്തരത്തിൽ 5400 mm സൂം ചെയ്തെടുത്താണ്. അതും ഈ പറയുന്ന AI പ്രോസസ്സിൽ ഒരുമാതിരി പുകച്ചിൽ പോലെയാണ് വന്നത്. ദേ അങ്ങ് സൂക്ഷിച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ദൂരെ കുറച്ച് കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടെലി എക്സ്റ്റൻഡർ കിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 200 mm തൊട്ടാണ് ഈ ടെലി എക്സ്റ്റൻഡർ കിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കിട്ടുന്നത്. ഞാൻ സൂം ചെയ്യുകയാണ്. 200 mm തൊട്ട് ഞാൻ അതൊരു 1150 mm വരെ നമുക്ക് ഈ വീഡിയോ മോഡിൽ നമുക്ക് അത്രയും സൂം ചെയ്യാം. അപ്പോൾ ഉള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ ഓരോ കളിക്കാരെയും നമുക്ക് ഫ്രെയിമിൽ കിട്ടുന്ന രീതിയിൽ സൂം ചെയ്യാം. 1150 mm വരെയാണ് ഇപ്പോൾ സൂം ചെയ്ത് അവരവിടെ ദൂരെ നിന്ന് കളിക്കുന്നത് വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്യണം. ഈ ഒരു കേസ് ഉൾപ്പെടെയുള്ള ഈ ഒരു എക്സ്റ്റൻഡർ കിറ്റ് എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു അഡീഷണൽ ആക്സസറിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഈ ഒരു ഫോൺ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ ഈ ഒരു എക്സ്റ്റൻഡർ കിറ്റ് വേണമെങ്കിൽ അതൊരു അഡീഷണൽ ആക്സസറി ആയിട്ട് നമ്മൾ വാങ്ങണം. പിന്നെ ഒരു പബ്ലിക്കിലൊക്കെ പോയിരുന്ന് ഫോട്ടോകളോ വീഡിയോകളോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അഡീഷണൽ ആക്സസറി ആയിട്ട് ഈ ഒരു എക്സ്റ്റൻഡർ കിറ്റിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു എക്സ്റ്റൻഡർ കിറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെയൊക്കെ മുന്നിൽ നിന്ന് നമ്മൾ ഒരു ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ഡിവൈസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ലെവലിലേക്ക് ഉയർത്തുന്നതിന് ഈ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ ഒരു ടെലി എക്സ്റ്റൻഡർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതേപോലെ ടെലിഫോട്ടോ വീഡിയോ, അതായത് സൂംഡ് ആയിട്ടുള്ള വീഡിയോ, ഒരു 3x മുകളിലോട്ടൊക്കെ സൂം ചെയ്തെടുക്കുന്ന വീഡിയോകൾ ഒരുവിധം നല്ല സാധാരണ 1x എടുക്കുന്ന വീഡിയോകളും അടിപൊളിയായിട്ടുള്ളൊരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. സെൽഫി വീഡിയോയെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ വീഡിയോ വിഭാഗത്തിൽ നമ്മൾ വൈഡ് ആംഗിളിൽ നിന്ന് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓരോ ലെൻസിന്റെയും ആ സ്വിച്ചിങ് സൂം ചെയ്യുമ്പം ഒരു ജെർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവിടെയാണ് ഐഫോണിന്റെ ഒരു ഗുണം. ഐഫോണിനകത്ത് നമ്മൾ ഈ പറഞ്ഞ വൈഡ് ആംഗിളിൽ നിന്ന് 8x വരെ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സൂമിങ് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. പക്ഷേ ഇവിടെ ആ ഒരു ലെൻസ് സ്വിച്ചിങ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് സൂമിങ്ങിൽ എന്നുള്ളത് ഓർക്കണം. അതുപോലെ വീഡിയോ വിഭാഗത്തിൽ നമുക്ക് പോർട്രേറ്റ് മോഡിലും വീഡിയോ എടുക്കാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബോക്കെ ആകുന്ന രീതിയിൽ വീഡിയോ എടുക്കാൻ സാധിക്കും. ഈ കാണുന്ന വീഡിയോ തരത്തിൽ പോർട്രേറ്റ് മോഡിൽ എടുത്തതാണ്. അപ്പോൾ വീഡിയോയും ഫോട്ടോയുമായിട്ട് ഈ ഒരു ഫോണിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫോട്ടോസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഫോട്ടോസ് നല്ല രീതിയിൽ AI ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് തരുന്നത്. വീഡിയോയിൽ അത്ര കണ്ടുള്ള പ്രോസസ്സിംഗ് നടക്കാത്തതുകൊണ്ട് തന്നെ ഒരുവിധം നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ ആണ് കിട്ടുന്നത്. അപ്പോൾ ഫോട്ടോയും വീഡിയോ നോക്കുമ്പോൾ ഫോട്ടോയാണ് കുറച്ചുകൂടെ ബെറ്റർ, വീഡിയോ അത്ര വരുന്നില്ല എന്ന് വേണം പറയാം. ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഇതുപോലെ 8K 30 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 4K 60 FPS വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും 4K ഷൂട്ട് ചെയ്യാം, ബാക്കിൽ 8Kയും ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇതിന്റെ വൈഡ് ആംഗിൾ സെൻസർ ഉണ്ടല്ലോ, ബാക്കിൽ 8 MB മാത്രമുള്ള വൈഡ് ആംഗിൾ സെൻസർ, അതിനകത്ത് ഫുൾ HD 30 FPS ഉള്ളൂ. ഈവൻ ഫുൾ HD 60 FPS പോലുമില്ല. അപ്പോൾ നമുക്ക് ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ വൈഡ് ആംഗിളിലും സെൽഫിയിലും ബാക്ക് ക്യാമറയിലും എല്ലാം 4K ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ ഇതിനകത്ത് സെൽഫി ഇല്ലാത്തതുകൊണ്ട് തന്നെയും അത് സാധ്യമല്ല. ഈ ഒരു 6.31 ഇഞ്ച് മാത്രം സൈസുള്ള ഇത്രയും കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഫോണിനകത്ത് ടെലി എക്സ്റ്റൻഡർ കിറ്റ് വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു X300 FE എന്ന് പറയുന്ന ഫോണിനെ വിവോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്, ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി സൂപ്പറാണ്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വ്ളോഗൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ മൈക്കിന്റെ ഒന്നും ആവശ്യമില്ല. അടിപൊളിയായിട്ട് ഇപ്പം ഞാനിത് സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു മൈക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ടെലി എക്സ്റ്റൻഡർ കിറ്റ് ഇത്രയും കോമ്പാക്ട് ആയിട്ടുള്ള ഫോണിൽ സാധാരണ വേറെ ഒരു ഫോണിലും അങ്ങനെ വന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ വിവോ X200 FE എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോണായിരുന്നു. വളരെ കോമ്പാക്റ്റും മികച്ച ക്യാമറ പെർഫോമൻസ് നൽകിയിരുന്ന ഫോണാണ്. അതിന്റെ പിൻഗാമിയായിട്ടുള്ള വിവോ X300 FE എങ്ങനെ നമുക്ക് നോക്കാം. ഫോണിന്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ആണ്. അതുപോലെ ഈ കാണുന്ന ഫ്രെയിം എല്ലാം അലുമിനിയം ഫ്രെയിമാണ്. മൊത്തത്തിൽ ഗ്ലാസും അലുമിനിയം കൂടെ വന്നതുകൊണ്ട് തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫോൺ ഈ പറയുന്ന 6.31 ഇഞ്ച് മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കോമ്പാക്റ്റ് ആണ്. ഇപ്പോൾ വരുന്ന മറ്റ് ഫോണുകളെല്ലാം ഏകദേശം 6.7 ഇഞ്ചിന് മുകളിലാണ്. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ഇത് ഈ ഒരു കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയും വളരെ സുഖമുണ്ടെന്ന് വേണം പറയാം. പക്ഷേ ഫോൺ കോമ്പാക്റ്റ് ആണെങ്കിലും ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി കൈ പിടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാം, നല്ല ഒരു ബിൽഡ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഫോണിന്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ അടുത്തിടെ റിയൽമി പുറത്തിറക്കിയ റിയൽമി 60 ഒക്കെ ഒരു ചെറിയ ഡിസൈൻ സാദൃശ്യം എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. അതുപോലെ ഗൂഗിൾ ആണ് ഇത്തരത്തിൽ ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ ആയിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഡിസൈൻ ആദ്യമായിട്ട് ഫോൺ കൊണ്ടുവന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ നമുക്കറിയാവുന്ന ഐഫോൺ എയറിന്റെ ഒക്കെ ഒരു ഡിസൈൻ സാമ്യം നമുക്ക് എവിടെയൊക്കെയോ ഈ ഒരു വിവോ X300 ഫീൽ ചെയ്യുന്നുണ്ട്. 7.99 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് 191 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അണ്ടർ 200 ഗ്രാമിൽ താഴെയാണ് ഭാരം. ഓവർ വെയിറ്റ് ഒന്നുമില്ല, കൈകാര്യം ചെയ്യുക വളരെ എളുപ്പം. ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.31 ഇഞ്ചിന്റെ AMO LED ഡിസ്പ്ലേ, അതും 1.5K റെസൊല്യൂഷൻ ഉള്ള 120 Hz റിഫ്രഷ് ആയിട്ടുള്ള, അതും HDR10+ സപ്പോർട്ടുള്ള, മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 5000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ് വിവോ X300 FE എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നല്ല കിഡിൽ ഡിസ്പ്ലേ തന്നെ എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഇതിന്റെ ഈ ഒരു വാൾപേപ്പറിന്റെ ഒക്കെ പ്രത്യേകത കൊണ്ടാണോ എന്തോ കുറച്ചൊരു വൈറ്റ് ടോൺ കുറച്ച് മുന്നിൽ നിൽക്കുന്ന പോലെ ഇതിന്റെ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ ഉണ്ട്. വിവോയുടെ ഈ ഒരു ഫോണിനകത്ത് വരുന്ന മിക്ക വാൾപേപ്പറും ഒരു വൈറ്റ് ടോണിലുള്ള വാൾപേപ്പറാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേയിൽ ഒരു വൈറ്റ് ടോൺ കൂടി നിൽക്കുന്ന പോലെ ഒരു ചെറിയ തോന്നലുണ്ട്. അതുപോലെ ഈ ഒരു കോമ്പാക്ട് സൈസ് ഫോണിലെ ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ കണ്ടില്ലേ, നല്ല പ്രോപ്പർ പൊസിഷൻ
പൊസിഷനാണ്. സാധാരണ നമുക്കറിയാം മിക്ക ഫോണുകളിലും ഈ ഒരു ഭാഗത്താണ് ഫിംഗർ പ്രിന്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ആകുന്നുമുണ്ട്. ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ വന്നിട്ട് എപ്പോഴും വിവോ ഫോണുകളിൽ ഈ കോണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ അല്ല വരുന്നത്. സ്കോട്ട് സെൻസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ബാക്കും ഗ്ലാസ് ആണ്, അതിനും സ്കോട്ട് സെൻസേഷൻ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആള് കുഞ്ഞനാണെങ്കിലും പെർഫോമൻസ് ഒരു കുറവില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5നേക്കാളും അല്പം താഴെ നിൽക്കുന്ന 8 Gen 5 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ പരിശോധിച്ചു. ഏകദേശം 2.9 മില്യൺ AnTuTu സ്കോർ ആണ് ഈ ഒരു ഫോണിന്റെ പ്രോസസ്സർ നൽകുന്നത്. എന്നാൽ ഇതിന്റെ CPU ത്രോട്ട്ലിംഗ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. കുറച്ച് ത്രോട്ട്ലിംഗ് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു കുറച്ച് സമയം കണ്ടില്ല, ഈ ഒരു ഗ്രീൻ ഏരിയ കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ത്രോട്ട്ലിംഗ് ആണ് കാണിക്കുന്നത്. ആ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് എന്ന് പറയുന്നത് 63% ഉള്ളൂ. അതായത് ഇത് കാണിക്കുന്നത് നമ്മൾ ഗെയിമൊക്കെ കുറച്ച് നേരം കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ത്രോട്ട്ൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഇതിനകത്ത് ടെമ്പറേച്ചറും കുറച്ച് കൂടുതൽ ഫോട്ടോകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരല്പം ചൂട് കൂടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അപ്ഡേറ്റിലൂടെ അവർ പരിഹരിച്ചിരിക്കും എന്ന് കരുതാം. അതുപോലെ നമ്മൾ ഈ ഒരു AnTuTu സ്കോർ ഇവിടെ റൺ ചെയ്തപ്പോൾ തന്നെ കണ്ടില്ല 15.6 ഡിഗ്രി ടെമ്പറേച്ചർ നോർമലിൽ നിന്നും റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മാക്സിമം നമുക്ക് 12 GB റാം വരെയും അതുപോലെ 512 GB ഇന്റർണൽ സ്റ്റോറേജും ലഭിക്കും. റാം ടൈപ്പ് വന്നിട്ട് LPDDR5X അൾട്രാ ടോപ്പ് റാം ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 4.1 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6500 mAh ബാറ്ററി, അത് ചാർജ് ചെയ്യുന്നതായിട്ട് 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. 6500 mAh ബാറ്ററി ഇപ്പോൾ അറിയാലോ, വരുന്ന മിക്ക ഫോണുകളിൽ 8000, 9000, 10000 ഒക്കെയാണ്. പക്ഷേ 6500 ഇതിന് സഫീഷ്യന്റ് ആണെന്ന് പറയേണ്ടി വരും. കാര്യം ഈ ഒരു ഫോണിന്റെ സ്ക്രീൻ സൈസ് ഈ പറയുന്ന പോലെ സാധാരണ ഫോണുകളിൽ അത്രയില്ല, 6.7 ഇഞ്ച് ഇല്ല, 6.3 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ സ്ക്രീനിന് പറ്റിയ ബാറ്ററി തന്നെയാണ് 6500 mAh എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ഈ ഒരു കോമ്പാക്ട് സൈസ് നിലനിർത്തുന്നതിനും 6500 mAh ബാറ്ററി സഹായിച്ചെന്ന് വേണം പറയാൻ. ഇതിന്റെ ബാറ്ററി എഫിഷ്യൻസി നല്ലതാണ്. കാരണം ഞാൻ ഒരു 100% രാവിലെ ഒരു 10 മണിക്ക് ഫോൺ ചാർജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും 97% ഒക്കെ ഇതിനകത്ത്, അതായത് 3% ഒക്കെ ഇതിനകത്ത് കുറയുന്നുള്ളൂ. ഉച്ച ഒരു ഭയങ്കര യൂസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി നിൽക്കുന്നതായിട്ട് ഈ ഒരു ഫോണിനകത്ത് അനുഭവിക്കാൻ സാധിക്കുന്നു. 40 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് എന്തായാലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ X200 FEയിൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിരുന്നില്ല. ഇവിടെ ആ ഒരു കുറവ് കൂടി പരിഹരിച്ചിട്ടുണ്ട്. ഇനി ക്യാമറ മൊഡ്യൂൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കിലാണ് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത്. ബാക്കിൽ മൊത്തത്തിൽ 3 ക്യാമറ, 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 50 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് കൂടി മാറ്റി 50 മെഗാപിക്സൽ ആക്കിയിരുന്നെങ്കിൽ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലൗഡാണ്, വോളിയം ക്വാളിറ്റി കൊള്ളാം. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 ആണ്. അതുപോലെ വിവോയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഒറിജിൻ OS 6ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. നമുക്ക് 5 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. ഇപ്പോൾ ആൻഡ്രോയിഡ് 16, ആൻഡ്രോയിഡ് 21 വരെ കിട്ടും. 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് വിവോ നൽകും. ഫോണിൽ ഞാൻ നോക്കിയിട്ട് ഇത്തരത്തിലൊരു 6 ബ്ലോട്ട്വേസുകൾ മാത്രമാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ അതെല്ലാം പ്രീമിയം ആപ്പാണ്, അല്ലാതെ ഈ ചവറായിട്ടുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളൊന്നും എന്തായാലും ഇതിനകത്ത് ഇല്ല എന്നുള്ളത് എൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ ഒരു നേട്ടം തന്നെയാണ്. ബ്ലൂടൂത്ത് വെർഷൻ 6 ആണ് നൽകിയിരിക്കുന്നത്. IP റേറ്റിംഗ് IP69 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ NFC സപ്പോർട്ട് ഉണ്ട്, eSIM സപ്പോർട്ട് ഉണ്ട്, വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ വൈഫൈ ലേറ്റസ്റ്റ് വൈഫൈ 7 ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓക്കെ ആണ്. കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും HDR സപ്പോർട്ട് ഉണ്ട്. HDR സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിനകത്ത് HDR10, HDR10+ എന്നീ സപ്പോർട്ടുകൾ വരെ നെറ്റ്ഫ്ലിക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞാൽ, ഗുണങ്ങളുടെ കൂട്ടത്തിൽ പറയേണ്ടത് ഇതിന്റെ ബാറ്ററി സൈഡ്. ഈ പറഞ്ഞ 6500 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, അതുപോലെ കിഡിലൻ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഒഴിച്ചു നിർത്തിയാൽ, അതുപോലെ പെർഫോമൻസ് വൈസ് ഈ പ്രൈസ് പോയിന്റിൽ അടിപൊളിയാണ്. 2.9 മില്യൺ AnTuTu സ്കോർ നൽകുന്ന നല്ലൊരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. IP റേറ്റിംഗ് IP69 തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ eSIM സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലാസ് ബോഡിയാണ്, മെറ്റാലിക് ഫ്രെയിം തന്നെ ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഓപ്ഷൻ UFS 4.1 കൊടുത്തിട്ടുണ്ട്. അതുപോലെ റാം ടൈപ്പ് വന്നിട്ട് LPDDR5X അൾട്രാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇതിനകത്ത് എനിക്ക് ചെറിയ കുറവായിട്ട് തോന്നിയത് ഈ പറഞ്ഞതുപോലെ വൈഡ് ആംഗിളിൽ 4K ഇല്ല, അല്ലെങ്കിൽ വൈഡ് ആംഗിൾ 8 മെഗാപിക്സലായി മാത്രം കുറച്ച് വെച്ചിരിക്കുന്നു. അതൊരു 50 മെഗാപിക്സലെങ്കിലും വൈഡ് ആംഗിൾ വെക്കുകയും ഒരു 4K സപ്പോർട്ട് കൊടുക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു സെക്ഷൻ കൂടി ബെറ്റർ ആയെന്നൊരു അഭിപ്രായമുണ്ട്. അത് മാത്രമേ എനിക്ക് ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഈ ഒരു ഫോണിന് ചെറിയ ഒരു ചെറുതായിട്ടൊന്ന് കുറച്ച് ക്യാമറയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിലവിലൊന്ന് ചൂടാവുന്നുണ്ട്. അതും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ മാറ്റി കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പം ഇതിനകത്ത് കുറവുകൾ വളരെ കുറവാണ് ഈ ഒരു ഫോണിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിവോ X200 FE എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോണായിരുന്നു. ആ ഫോണിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിലേക്ക് വന്ന അപ്ഗ്രേഡുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, X200 FEക്കകത്ത് മീഡിയാടെക്കിന്റെ ഡയമണ്ട്സിറ്റി 9300+ എന്ന് പറയുന്ന പ്രോസർ ആയിരുന്നെങ്കിൽ ഇവിടെ മീഡിയാടെക് മാറി സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 എന്ന് പറയുന്ന
തന്നെ ബെറ്റർ പ്രോസസ്സിലേക്ക് മാറി. അവിടെ റാം ടൈപ്പ് LPDയുടെ 5X ഉള്ളായിരുന്നു, ഇവിടെ 5X അൾട്ര വന്നു. അതുപോലെ സ്റ്റോറേജ് ഓപ്ഷൻ UFS 3.1 ഉള്ളായിരുന്നു, ഇവിടെ സ്റ്റോറേജ് ഓപ്ഷൻ 4.1 വന്നിട്ടുണ്ട്. 40 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഇല്ലായിരുന്നു. 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആയിരുന്നു X200 FE എങ്കിൽ ഇവിടെ 5+7 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിന്റെ ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് 54,999 രൂപയായിരുന്നു. ഇപ്പോൾ വില എല്ലാ ഫോണുകളിലെയും കൂടിയപ്പോൾ അത് 58,999 രൂപയ്ക്കാണ് X200 FE വിൽക്കുന്നത്. എന്നാൽ X300 FE എന്ത് വിലയാവും? അതായത് 58,999 59,000 രൂപയാണ് X200 FE. ഈ ഒരു ഫോണിന്റെ പ്രൈസ് അപ്ഗ്രേഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയും മാത്രമല്ല ഫോണുകളുടെ വില കൂടുന്നത് കൊണ്ട് തന്നെയും ഈ 58,999 എന്ന X200 FE നിന്ന് ഞാൻ നോക്കുമ്പോൾ ഇതൊരു 80,000 രൂപ വരെങ്കിലും കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായാലും 75-80 ആ ഒരു റേഞ്ചിൽ പോയി നിൽക്കാനാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസിന്റെ എന്റെ ഒരു കാൽക്കുലേഷൻ. ഒരു 79,999 എങ്കിലും ആകാനുള്ള സാധ്യത ഉണ്ട്. എന്ത് തന്നെയായാലും ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്രൈസിങ് എനിക്ക് ഇപ്പോൾ അറിയത്തില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ 58,999 രൂപയ്ക്ക് വിവോ X200 FE എന്ന് പറയുന്ന ഫോൺ ഇപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്.